ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ? അപ്പം ഈ ഒരു ലൊക്കേഷൻ കണ്ടോ? നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കട വയനാട്ടിലെ ഒരു ഫേമസ് ആയ ഒരു സ്ഥലമാണ്. ആ ചായക്കട കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇത് അത്ര സ്ട്രോങ് അല്ല, ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു നല്ല കാറ്റൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ ഒരു കോർപ്പറേറ്റ് ബിസി ലൈഫിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു റിലാക്സിങ് ഫീലാണ്. ഈ നമ്മൾ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് റിസോർട്ടൊക്കെ പോയി 2000-3000 ഒക്കെ കൊടുത്തിട്ട് ഇരിക്കാറില്ലേ? പക്ഷെ മേ ബി അതിനേക്കാൾ എഫക്റ്റ് ഇങ്ങനൊരു സ്ഥലത്ത് വന്ന് ഈ കാറ്റൊക്കെ കൊണ്ട് ശാന്തസുന്ദരമായി ഇങ്ങനെ ഇരിക്കുക. ഇത് കുറച്ച് സ്ട്രോങ് ആയിരുന്നു, ഇതിൻ്റെ പുറത്ത് കയറി ഇരിക്കായിരുന്നു. പക്ഷേ എനിക്ക് ധൈര്യമില്ല, ഇതിൻ്റെ താഴെ ഫുൾ ചളിയൊക്കെയാണ്. പിന്നെ കാർ കയറ്റാണ്ട് എൻ്റെ കൂടെ വന്നവർ എന്നെ ഇട്ടിട്ട് പോകും. സോ ഇത് കുലുങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് സുഖാന്നറിയാം, ഇപ്പം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ ഒരു തണുത്ത കാറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും സൂപ്പർ. ചേകാടിയിൽ പുതിയ വന്നൊരു സ്പോട്ടാണിത്, ചേകാടീസ് 90s കിച്ചൺ. അവിടെ സുഖുവേട്ടൻ്റെ ചായക്കടയില്ലേ, അതിന് തൊട്ടടുത്താണ് ഈ പറയുന്ന ലൊക്കേഷൻ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതേ മുകളിലേക്ക് നോക്കി ഇവിടെ ഒരു ഏറുമാടുണ്ട്. ഈശ്വര ഭഗവാനി മുത്തപ്പ. കേറിക്കോ പയ്യേ. പേടിയാവുന്നു. കേറിപ്പോ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് കണ്ടില്ലേ? ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹൈറ്റിന്റെ ഒരു ഫോബിയ ഉള്ള ഒരാളാണ്. ഹൈറ്റ് ഇത് കയറാൻ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടി. ഇനി തിരിച്ച് എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കയറിയിട്ടുള്ള വ്യൂ അത് കിടിലനാണ്. പക്ഷെ ഇത് എൻ്റെ കൈ ഇപ്പോൾ വറുക്കുന്നതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. നല്ല ഹൈറ്റിലാണ് നമ്മളുള്ളത്. ചെറുതായി കുലുങ്ങുന്നുണ്ടോ എന്നൊരു ടെൻഷൻ പോലെ എനിക്കുണ്ട്. ഇത് ഞങ്ങളുടെ വണ്ടിയുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. അമ്മയെ കുലുങ്ങണു, കുലുങ്ങുന്നുണ്ട്. എനിക്ക് തോന്നിയാണോന്ന് അറിയില്ല. ഒരാൾ മുമ്പ് പോണല്ലേ, ഞാൻ മുമ്പ് കാണും. ഫയർഫോഴ്സിനെ വിളിക്കേണ്ടി വരുമോ? ഇല്ല, കാല് കാണൂല. ഞാൻ ഈശ്വര കൃഷ്ണ ഗുരുവായൂരപ്പ മുത്തപ്പ. അപ്പോൾ ഒരുവിധം എങ്ങനെയൊക്കെയോ താഴെ എത്തി. കാലൊക്കെ വരച്ചിട്ട് പാടില്ലായിരുന്നു. ഈ കടയെ കണ്ടു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഒരു സെറ്റപ്പാണ്. ഓല മേഞ്ഞ് മുളയൊക്കെ വെച്ച് പണ്ടത്തെ സിനിമ പോസ്റ്റർ, റേഡിയോ. പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ബാക്കിയുള്ള കടകളിൽ 1-2 അല്ല, കുറച്ചധികം ഐറ്റംസ് ഇവിടെ കിട്ടും കഴിക്കാൻ. പിടിയും കോഴിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. വീട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. മറ്റ് കടകൾ എന്ന് പറയുമ്പോൾ ഇവിടെ അടുത്തുള്ള സുഖുവേട്ടൻ്റെ ചായക്കടയും പിന്നെ ആ കാപ്പിക്കടയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചധികം ഫുഡ് ഓപ്ഷൻസ് ഇവിടെയുണ്ട്. അപ്പോൾ വേറൊരു വീഡിയോയിൽ വേറൊരു സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.